തികച്ചും ആധ്യാത്മികമാണ്. അതുകൊണ്ടാണ് ആശാൻ നളിനിയിലും ലീലയിലും പ്രേമത്തിന് ആധ്യാത്മിക സൗരഭം നൽകിയിട്ടുള്ളത്. പ്രേമത്തിന്റെ ഉറവിടം ജഡീകമായ തലങ്ങൾ തന്നെയാകാം. പക്ഷേ മനുഷ്യാത്മാവിന്റെ ആ സാധാരണ വ്യാപാരത്തെ അസാധാരണ പരിവേഷം ചാർത്തിയാണ് ആശാൻ അവതരിപ്പിക്കുന്നത്. അപ്പോഴാണ് പ്രേമം അനശ്വരവും ദിവ്യവുമായി തീരുന്നത്. എന്നാൽ ആത്മാവിന്റെ പ്രണയജടിലമായ ദേഹബന്ധത്തെ വിസ്മരിപ്പിക്കുവാനോ വിഗണിക്കുവാനോ മഹാകവി ഒരിക്കലും തുനിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെങ്കിലും ശരീരത്തിന് അതീതമായും ശരീരം ഉപേക്ഷിച്ചാൽ തന്നെ നിലനിൽക്കാനും ശാശ്വത ഭാവം ആവിഷ്കരിക്കാനും പ്രേമത്തിന് സാധിക്കും. രാജൻ അതിവിടെ കൊണ്ടുവരൂ. കൊണ്ടുവരൂ. ഇത് സാറിന് കാണാൻ പറ്റിയതല്ല. ഇതിനു മുമ്പ് പല വാണിംഗ് തന്നിട്ടും താൻ നന്നാകാനുള്ള ലക്ഷണമില്ല അല്ലേ? പഠിത്തത്തിലുള്ള മിടുക്ക് എന്താണ് തന്റെ സ്വഭാവത്തിൽ കാണാത്തത്? പ്രേമം ഒരു തൊഴിലാണോ തനിക്ക്? ഞാൻ പറയണം. സ്വകാര്യമായിട്ട് ചോദിച്ചാൽ പറയാം. താൻ പറയുമല്ലേ? ഇമ്പോർട്ടന്റ് ഫെല്ലോ. You get out. You get out, I say. സാർ, ദിവസം എത്ര പേരെ പ്രേമിക്കുന്നുണ്ടെന്ന് ഈ പെൺകുട്ടികളോടൊന്ന് ചോദിച്ചാൽ കൊള്ളാം. ഫൈനൽ ഇയർ BA പഠിക്കുന്നവരുടെ സംസ്കാരം തന്നെ. അല്ല, അളിയൻ മാനവീയൻ കിടക്കുകയാണ്. പക്ഷേ ഭയങ്കര പരാജയം. കണ്ട ആപ്പ് ഉപയോഗം ഒറ്റ. പക്ഷേ പ്രായം തെന്നിക്കളയും. ഒരുപക്ഷെ അവർക്ക് എന്നോടായിരിക്കും പ്രേമം. അത് പരമല്ല, എഴുന്നള്ളത്ത്, സൗന്ദര്യത്തിന്റെ കിരീടധാരണ മഹോത്സവം എന്നോട് ചുവന്ന റോസാപ്പൂ പിടിച്ചിട്ടുണ്ട്. എന്തൊരു ചന്തം! അത് നോക്കി നിന്നാൽ എന്റെയും നിന്റെയും ആൾക്കാരിൽ ഒരു തീപ്പന്ത. നീ വലിയ മിടുക്കരി ചട്ടമ്പി, എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരാണ്. ആ മാനിൽ തന്നെയിരിക്കുന്ന റോസാപ്പൂ എടുക്കാൻ ധൈര്യം കൊണ്ട് നടക്കുക. എന്താണ് കൊണ്ടേ? ഒരു കോഴി ഇറക്കി.
പറയാനൊന്നും പറ്റിയില്ലല്ലോ. ഇത് വാങ്ങിക്കൂ. എന്റെ കയ്യിലിരുന്ന് ഇത് വാടിപ്പോയി. എങ്കിലും എന്റെ ആത്മാവിലുള്ള ചുവന്ന റോസാപുഷ്പം ഒരിക്കലും പാടുകയില്ല. നിങ്ങളൊരു ആക്സിഡന്റിൽ പെട്ടതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പ്രിൻസിപ്പാളിന് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. ആക്സിഡന്റ് സാരമില്ല, റിപ്പോർട്ട് ചെയ്തോളൂ. കാലനെ പേടിയില്ല. പിന്നീട് പ്രിൻസിപ്പാൾ എന്നായിരിക്കും? എന്ത് സംഭവിച്ചാലും വേണ്ടി മാലതിയെ അനാവശ്യം പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആണെന്ന് ഓർത്തുകൊള്ളൂ. അവൾക്ക് എന്നോട് പ്രണയമാണ്. ഈ കൈയോട് ചേർക്കുന്ന ഞാനെന്തിയെ നിന്റെ നീ പ്രണയിക്കാനുള്ള സമർത്ഥനാണല്ലോ. മാലതിയുടെ പ്രണയം വേണ്ട, ഒരു പ്രണയം ഒരു പന്തായത്തിൽ കൈയോട് ഇവിടെ കിടക്കുകയാണ്. ഞാൻ അടുത്ത പന്തായത്തിൽ നടുവിടാൻ പന്തയം പറയണ്ട, പൾപ്പ അച്ഛൻ എനിച്ചതാണോ? അതെ. പഠിക്കാനൊക്കെ വളരെ പഠിക്കുകയാണ്. ഇക്കൊല്ലം പാസ്സാകുമെന്നുള്ളത് സംശയമില്ല. ക്ലാസ് കിട്ടുമോ എന്നുള്ളത് കണ്ടറിയാം. അനന്തരവനാണോ? അതെ. നീ വരുന്ന വഴിയാണ്. ഞാൻ തിരുവനന്തപുരത്തിന് പോകുന്ന വഴിക്ക് കയറിയതാണ്. അമ്മാവിനിപ്പോ ചുമയുടെ അസുഖമൊന്നും ഇല്ല. ഗോപി, എന്തോ നീ എന്തിനാ അടിക്കടി തിരുവനന്തപുരത്ത് പോകുന്നത്? എനിക്ക് കോർട്ട് ഡ്യൂട്ടിയുണ്ട്. കോർട്ട് ഡ്യൂട്ടി ആണെങ്കിൽ പോയിക്കോ, പക്ഷേ ആശുപത്രി ഡ്യൂട്ടി വേണ്ട. അവന്റെ കള്ളലക്ഷണം കണ്ടോ? 10 ദിവസം തികച്ചു ക്ഷമിക്കാൻ പറ്റും. ഉടനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് തിരുവനന്തപുരത്ത് മറ്റൊന്നുമല്ല, ആശുപത്രി ചെല്ലും, അവളെ കാണും, ഉടനെ പോരി വയ്ക്കും. പിള്ളേർ തമ്മിൽ രോഗമാണോ? കണ്ടില്ലേ താളം കളഞ്ഞ് പോകുന്നത്? എന്നാൽ പിന്നെ അതാണ് നേരത്തെ നടത്തണം. മാലതിയുടെ പരീക്ഷ കഴിഞ്ഞ് കാണാമെന്ന് എന്റെ ഒരേ ഒരു മകൻ, ഒരേ ഒരു അനന്തരവും അവരുടെ കൊച്ചുനാളിനെ തീരുമാനിച്ചു വെച്ചതാണ്. പിള്ളേർക്കാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കാൻ സാധ്യമല്ല. ചിലപ്പോഴാണ് മടിയെടുക്കും. ബാക്കി നോക്കിയൊക്കെ ആണെങ്കിലും ഞാൻ വിളിച്ചാൽ ഇപ്പോഴും കിളിക്കിടാതെ പറ്റും. ഇതിനെ കുറിച്ച് ധിക്കാരം അവർക്കേ ഉള്ളൂ. Thank you.
Thank you, no mention. നീ അതൊന്നും വിഷമിക്കണ്ടളിയ, ഞാൻ ഏറ്റെന്ന് ഏറ്റടാ പോയി പോ പോ. ഈ കത്തെഴുതിയത് നിങ്ങളാണോ? യെസ്. ഞാൻ റിപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇതൊരു സ്വകാര്യ കത്താണ്, പ്രൊഫസർ അറിയിക്കാനുള്ളതല്ല. എനിക്ക് പനിമതിയെ പൂമലരെ എന്നൊന്നും വിളിക്കാൻ അറിയില്ല. എന്റെ രീതി ഇതാണ്. യു സീ, ദിസ് ഈസ് മൈ സ്റ്റൈൽ. അവസാനത്തേതായി കൂടുന്നില്ല. മാലതി എന്നെ അത്രമാത്രം ആകർഷിച്ചു. ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്. ഞാൻ ഇപ്പോൾ പോയി റിപ്പോർട്ട് ചെയ്യും. College day program. ഓ, റെഡി ആയില്ലേ? Thank you, sir. Thank you. രാജൻ, നീ ഇങ്ങനെ ഉണ്ടവഴികൾ നിൽക്കുന്നത് കോളേജിലേക്ക് നമ്മൾ പരിപാടി തയ്യാറാക്കില്ലേ? വാങ്ങുന്നു. കൊള്ളാമിടി കൊള്ളാമിടി പെണ്ണേ, വാർഷിക പരിപാടി. കൊള്ളാമിടി കൊള്ളാമിടി പെണ്ണേ, വാർഷിക പരിപാടി. കൊള്ളാമിടി കൊള്ളാമിടി പെണ്ണേ. ജാഗിനി കുട്ടിയുടെ rock and roll, രാജമ്മ സാറിന്റെ birth control. birth control ഓ? ആ, birth controlനെ പറ്റി രാജമ്മ സാറിന്റെ ഒരു ലെക്ചർ. ഓഹോ. ജാഗിനി കുട്ടിയുടെ rock and roll, രാജമ്മ സാറിന്റെ birth control. ആലപ്പുഴക്കാരി രാധാമണിയുടെ പ്രേമഗാനമേള. ഓ, പ്രേമഗാനമേള. കൊള്ളാമിടി കൊള്ളാമിടി പെണ്ണേ, കോളേജ് വാർഷിക പരിപാടി. കൊള്ളാമിടി കൊള്ളാമിടി പെണ്ണേ. കോട്ടയം
ഈ കത്തൊന്ന് വായിച്ചു നോക്കൂ. എന്നെ സംബന്ധിച്ചുള്ള മറ്റൊരു രഹസ്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാനൊരു വിവാഹിതയ്ക്ക് സമമാണ്. എന്റെ വിവാഹം മെയ് മാസത്തിൽ നടക്കുകയും ചെയ്യും. വരൻ അച്ഛന്റെ അനന്തരവൻ ഗോപിച്ചേട്ടനാണ്. ഞങ്ങളെ ആശീർവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വീണ്ടും ഞാൻ എഴുതുകയാണ്. ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല. എന്നാൽ എനിക്കിപ്പോൾ മാലതിയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. രാജൻ, അല്ലെങ്കിലും ഈ കോളേജിൽ പെണ്ണുകാരോടുമില്ലൊരു സ്നേഹം. അല്ലെങ്കിലും ഈ കോളേജിൽ പെണ്ണുകാരോടുമില്ലൊരു സ്നേഹം. ദാഹിക്കും ഹൃദയം കാണാൻ, ദാഹിക്കും ഹൃദയം കാണാൻ
പ്രേമവുമായി പിറകെ ചെന്നാൽ ദേവകുമാരികളാകും. അവർ ദേവകുമാരികളാകും. പ്രേമവുമായി പിറകെ ചെന്നാൽ ദേവകുമാരികളാകും. അവർ ദേവകുമാരികളാകും. കണ്ടാലും കണ്ടഭാവം നടിക്കാതെ നിന്നാലും കൺമുന കൊണ്ട് നിങ്ങൾ തോണ്ടും. അവർ കാണാത്ത കൊടുത്തിട്ട് കൂട്ടും. കണ്ടാലും കണ്ടഭാവം നടിക്കാതെ നിന്നാലും കൺമുന കൊണ്ട് നിങ്ങൾ തോണ്ടും. അവർ കാണാത്ത കൊടുത്തിട്ട് കൂട്ടും. അല്ലെങ്കിലും ഈ കോളേജ് പെണ്ണിന് താരോടുമില്ലൊരു സ്നേഹം. അല്ലെങ്കിലും ഈ കോളേജ് പെണ്ണിന് താരോടുമില്ലൊരു സ്നേഹം. മോഹത്തിൻ കവറിൽ പ്രേമലേഖനമെത്ര കൊടുത്തു. മോഹത്തിൻ കവറിൽ പ്രേമലേഖനമെത്ര കൊടുത്തു. പ്രേമലേഖനമെത്ര കൊടുത്തു. മോഹത്തിൻ കവറിൽ പ്രേമലേഖനമെത്ര കൊടുത്തു. പ്രേമലേഖനമെത്ര കൊടുത്തു. അതിനൊക്കെ മറുപടി കിട്ടിയാലുമില്ലേ അളിയനു നല്ലതല്ലി പ്രേമം. ഇനി അളിയനു നല്ലതല്ലി പ്രേമം. അതിനൊക്കെ മറുപടി കിട്ടിയാലുമില്ലേ അളിയനു നല്ലതല്ലി പ്രേമം. ഇനി അളിയനു നല്ലതല്ലി പ്രേമം. അല്ലെങ്കിലും ഈ കോളേജ് പെണ്ണിന് താരോടുമില്ലൊരു സ്നേഹം. അല്ലെങ്കിലും ഈ കോളേജ് പെണ്ണിന് താരോടുമില്ലൊരു സ്നേഹം. നീ എന്നെ നടിച്ചോ, അടിച്ചോ. ക്ഷമിക്കണം, ഇന്ന് കോളേജ് അടക്കി നാം തമ്മിൽ പിരിയുകയും ചെയ്യും. ജീവിതത്തിൽ ഒരിക്കലും നാം ഇനി കണ്ടുമുട്ടിയത് വരില്ല. അതുകൊണ്ട് മാലതിയോട് എൻ്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത്. സാരമില്ല മിസ്റ്റർ രാജൻ, അതെല്ലാം മറന്നു കളയും. പിന്നെ ഒരു കാര്യം, ഇതിൽ മാലതിയുടെ ഒരു ഓട്ടോഗ്രാഫ് വേണം. ഇത് എവിടുന്ന് കിട്ടി? ഒരു സ്റ്റുഡിയോയിൽ നിന്നും സമ്പാദിച്ചു. ഓ, ഇതെല്ലാം വെറും ചാബല്യമാണ്. ചാബല്യമാണെങ്കിൽ തന്നെ അതിവിടം കൊണ്ട് അവസാനിക്കുന്ന ചാബല്യം. നോ മിസ്റ്റർ. ഗുഡ് ബൈ. എടാ ബൾബ, നീ എൻ്റെ കൂടെ 2 ദിവസം താമസിച്ചിട്ട് പോയാൽ മതി. അത് കഴിഞ്ഞ് ഞാൻ കൂടെ നിന്റെ വീട്ടിൽ വരാം. അത് വേണ്ട, നിന്നെ റിസീവ് ചെയ്യാനുള്ള സൗകര്യം നമുക്കില്ല. അത് സാരമില്ലടാ ബൾബ, ഞാൻ കൂടെ നിന്റെ വീട്ടിലിറങ്ങാം. 2 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ നരകത്തിലേക്ക് പോയിക്കോളാം. എന്നാ മോനെ, നീ ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇന്നലെ വരാൻ പറ്റില്ല, വണ്ടി കിട്ടിയില്ല. അമ്മേ, ഈ തടിയനാണ് എന്റെ സുഹൃത്തും സഹപാഠിയുമായ മിസ്റ്റർ ബൾബൻ. ഐ എം സോറി, മിസ്റ്റർ ഭാസ്കരൻ. ദിസ് ഈസ് മിസസ് മീനാക്ഷി. മിസ്റ്റർ രാജഗോപാലിന് മാതൃത്വം നൽകാൻ ഭാഗ്യമുണ്ടായ മാന്യമാണ്. നീ വന്നു കയറുന്നതിന് മുമ്പ് അടി വാങ്ങിക്കുമേ. ഭാഷയ്ക്ക് അറിയാമോ?
1 2 എലിക്കുഞ്ഞുങ്ങളെയും 12 ഓന്തിനെയും ഒരു പട്ടാളം കൊതുകിനെയും കൊന്നൊടുക്കിയ വീരചരിത്രം എന്റെ ഈ വീരമാതാവിനുണ്ട്. ഓ, ഇവ മഹാവികൃതി അല്ലേ കുഞ്ഞെ? ഒരല്പം കുസൃത്തരങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഇവ നല്ലപോലെ പഠിച്ച് എഴുതിയിട്ടുണ്ടോ കുഞ്ഞെ? ദോഷം പറയുമല്ലോ, പഠിത്തമൊന്നും നടന്നു. ചുമ്മാ ഇങ്ങനെ കള്ളം പറയാതെ. ഇവൻ പണ്ടേ ഇങ്ങനെ ഒന്നും പഠിക്കുകയില്ല. എങ്കിൽ ഞാൻ എല്ലാ ക്ലാസ്സിലും ഒന്നാമനായിട്ട് ജയിച്ചിട്ടില്ലേ? അതെന്റെ നേരം കൊണ്ടാ. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ പേടിയെങ്കിലും കാണുമായിരുന്നു. ശരി ശരി, വരും, അകത്തേക്ക് പോവാം. അടുത്ത ബസ് ഇനി എപ്പോഴാണ്? ബൾബാണി പേടിച്ചു പോലെ. പ്രസവൻ എന്താ ഉള്ളത്? ഓ, പ്രഥമനൊന്നും വെച്ചില്ല മോനെ. കല്യാണത്തിനാകട്ടെ പ്രഥമനൊക്കെ കൂട്ടി ഉണ്ണാ. കല്യാണം ആ, രാജന്റെ കല്യാണമൊക്കെ ഉടനെ നടക്കണമെന്നാണ് എന്റെ ആഗ്രഹം. വളരെ അത്യാവശ്യം. എത്രയും നേരത്തെ കഴിക്കാമോ അത്രയും നേരത്തെ കഴിക്കാം. എനിക്ക് തുടർന്ന് പഠിക്കണമെന്നാണ് ആഗ്രഹം. കൃഷ്ണപള്ളിയിൽ പോയി എനിക്ക് ചേരണം. അമ്മയെന്ന് പറയും. നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. നിന്റെ ആഗ്രഹത്തിനെതിരായി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാശി, നീ ഇവിടുന്ന് പോയാൽ പിന്നെ എന്താണ് നിന്റെ പരിപാടി? എവിടെയെങ്കിലും പോയിട്ട് എനിക്ക് ആകെ ഒരു സുഖം തോന്നുന്നു. അതാണ് നാട്ടിൽ നിന്ന് പുറത്തു പോയി എന്നെ ചേരാമെന്ന് വിചാരിച്ചു. നിനക്ക് ഒരു മാറ്റം എന്താ? ഞാൻ കോളേജിൽ ഒരു ഭയങ്കര ബോർണായിരുന്നു. അതൊക്കെ വിജയം കോളേജ് ലൈഫല്ലേ. എനിക്ക് നാളെ തന്നെ പോകുന്നു. ശരി, നിന്നെ ഞാൻ ഇനി എവിടെ വെച്ച് കാണും? കൂടിൽ, കൊടുങ്കാറ്റ്, ഇടുത്തി വെളിച്ചത്തിൽ. ഇതാരുടെ പടമാണ്? ഒരു സിനിമ അവിടെ ഈ പെൺകൊച്ചിനെ ഞാൻ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നല്ലോ. അത് കഴിഞ്ഞ ജന്മത്തിലെ, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ. അപ്പൊ അതാണ് കാര്യമല്ലേ? ഇവിടെ ഏതാടാ? സത്യം പറ. എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയാണ്. ഓഹോ, നീ അമ്മയോട് കള്ളം പറയാനും തുടങ്ങിയല്ലേ? കള്ളം പറയാൻ വയ്യാഞ്ഞിട്ടല്ലേ സത്യം പറഞ്ഞത്? ഇവിടെ എവിടെ ഉള്ളതാ? തന്തയും തള്ളയും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ചോദിക്കണം. ചോദിച്ചതുകൊണ്ട് ഫലമൊന്നുമില്ല. ഇനി കിട്ടില്ല. പിന്നെ അതങ്ങ് മനസ്സിൽ വെച്ചേരെ. മരുമകളാണോന്ന് ചോദിക്കാനല്ല, ഇതിനാണോ പെൺപിള്ളേരെ പള്ളിക്കുറിച്ച് വിടുന്നതെന്ന് അതിന്റെ തന്തയോടും തള്ളയോടും ഒന്ന് ചോദിക്കാൻ. നിന്നെ കാരണം പോസ്റ്റുകളും വരാതായില്ലടാ. വായിച്ചു. ആരുടെ കല്യാണക്കുറിയാണ്? അമ്മ ഇപ്പോൾ ഒരു പടം കണ്ടില്ലേ? ആ പെൺകുട്ടിയുടെ വിവാഹക്കുറിയാണ്. അമ്മയുടെ പ്രശ്നം തീർന്നു. ഇവളെയൊക്കെ കെട്ടാനും ആളുണ്ടല്ലോ. നീ പിന്നെ എന്തിനാണ് വല്ലവരും കെട്ടുന്ന പെണ്ണിന്റെ പടം വരച്ചോണ്ടിരിക്കുന്നത്? നിനക്ക് വേറെ ജോലിയൊന്നുമില്ല.
ഇത് നന്നായിരിക്കുന്നു അല്ലേ? അതെന്റെ ഒരു കൂട്ടുകാരി തന്നതാണ്. ഇതാരാ ഈ രാജൻ? അങ്ങനെ ഒരു ക്രിക്കൻ ബോയ് ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. വെറും ബോയ് ഫ്രണ്ടോ കാമുകനോ? അതൊരു പൗരുഷമുള്ള ചോദ്യമല്ല. പിൻവലിച്ചിരിക്കുന്നു. ഞാൻ BA ക്ലാസ് വരെ ഒന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്, ക്ഷമിക്കണേ. BA-കാരിയുടെ ഭർത്താവാണെന്നുള്ളതിൽ ഇത്തിരി അമ്പലാമുണ്ടല്ലേ? ഞാനും കോളേജിന്റെ വാദത്തിലൊക്കെ എത്തിയിട്ടുണ്ട് മോളെ. ആ, അതിരിക്കട്ടെ. ഈ കിടക്കയിലൊന്ന് കിടക്കാൻ അനുവദിക്കുമോ? ഇടയ്ക്ക് ഇഷ്ടമാണോ എന്തോ ഇതുവരെ ഒരു സ്ത്രീയുടെ ഗന്ധമേ അത് ഏറ്റിട്ടുള്ളൂ. അത് കാരണം നാണമില്ലല്ലോ. അച്ഛനില്ലാത്ത തക്ക നോക്കി 1-2 തവണ ഇതിൽ വന്ന് ഇരുന്നിട്ടുണ്ട്. അത്രയല്ലേ ഉള്ളൂ. അല്ലയോ കിടക്കെ, നിനക്കെന്നെ പരിചയമില്ലേ? എന്റെ സുഗന്ധം നീ ഓർമ്മിക്കുന്നില്ലേ? വെറുതെ വീക്കടിക്കില്ല. അല്ലയോ സുന്ദരിയായ തലയെ, നിന്റെ കവിൽ ഈ ഗോപി അർപ്പിച്ചിട്ടുള്ള ചുടുചുംബനങ്ങളുടെ ഒന്നും സൗരഭ്യം നിനക്ക് ഓർമ്മയില്ലേ? ആ, പോലീസുകാരന് കവിതയുണ്ടല്ലോ. ഒരുപക്ഷെ ഓർമ്മയുള്ളത് കൊണ്ടായിരിക്കാം ഒരു പുതുമയിൽ നിനക്കെന്ന് തോന്നാത്തത്. ആഹാ, പറഞ്ഞു അതുവരെയായോ? ഇങ്ങോട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് മുതൽ നീ എന്റെ ഭാര്യയാണ്. ഞാൻ പറയുന്നതെല്ലാം അക്ഷരം പ്രതി നീ അനുസരിച്ചോളാം. അല്ലെങ്കിൽ തന്നെ ഭാര്യ ഭർത്താവിന്റെ തടവുകുട്ടിയായി. ഇപ്പോൾ തടവുപുള്ളിയാണ്. ഈ തടവ് അനുഭവിക്കാൻ എത്ര നാൾ കൊതിച്ചു. ഇപ്പോൾ കൊതി തീർന്നു. എത്ര കണ്ടാലും കൊതി തീരുന്നില്ലേ, എത്ര കണ്ടാലും ഈ ചിത്രം, എത്ര കണ്ടാലും കൊതി തീരുന്നില്ലേ, എത്ര കണ്ടാലും ഈ ചിത്രം, ഹർഷപൂതോ
എന്താ മോനെ എന്ത് പറ്റി? എന്ത് പറ്റിയോ? എടാ ചങ്ങ അപ്പ് ഓടി വാ. ഭാസ്കര എന്തായി? എന്ത് പറ്റി? എന്തോ എനിക്ക് ജീവനുണ്ടോ? ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഞാൻ ആരാണ്ട് എന്നെ ഒരു റോക്കറ്റ് കയറ്റി ചന്ദ്രമണ്ഡലത്തിലോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഞാൻ ചന്ദ്രന്റെ കൊട്ടാരത്തിന്റെ മുമ്പേ ഒരു കൊടി അങ്ങോട്ട് കുത്താൻ പോവുകയും ഒരു പട്ടാളക്കാരൻ ഇങ്ങോട്ട് വന്ന് ഒരൊറ്റ പിടുത്തം എന്റെ തല വെട്ടി റഷ്യയിലോട്ട് ഒരൊറ്റ ശരീരം എടുത്ത് അമേരിക്കയിലോട്ട്. എന്താ ഞാൻ നീ എന്ത് വേണമെന്നോ? ഇതുപോലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ. നിന്റെ കൂടെ പഠിച്ചവരല്ല ഓരോ ജോലി നോക്കുന്നത്. അതിനെനിക്ക് ജോലി കിട്ടണ്ടേ അമ്മാവി? ശ്രമിച്ചെങ്കിലല്ലേ ജോലി കിട്ടുള്ളൂ. ഇതുപോലെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആരാണ് ജോലി പിടിച്ചേക്കുന്നത്? ഇതുപോലെ ഇനി ഉറങ്ങിയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഇനി ഞാൻ ഇവിടെ തരില്ല. വേണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി ജോലിയുണ്ട്. ആഹാ, നല്ല ഭാഗ്യവാനാണല്ലോ. ഞാനും തിങ്കളും ചൊവ്വയും ബുധനും പിന്നെ വ്യാഴവും വെള്ളിയും പോയാൽ പിന്നത്തെ ദിവസം ശനി. ഇത് ആഴ്ചയല്ലേ? ഇതൊക്കെയാണല്ലോ. അതെ, ആഴ്ചയിൽ നിന്നാണല്ലോ ഈ വേഴ്ച തുടങ്ങുന്നത്. ഈ വേഴ്ചയിൽ നിന്ന് വേണം താഴ്ചയാണോ ഉയർച്ചയാണോ എന്നറിയാം. കണ്ടില്ലേ ശ്രീരാമവട്ടാഭിഷേകം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏകഛത്രാധിപത്യ യോഗം ഉണ്ടെന്നോ? ഏകഛത്രാധിപത്യ യോഗം? ഏകഛത്രാധിപത്യം എന്ന് പറഞ്ഞാൽ ശ്രീരാമവട്ടാഭിഷേകം പോലെ മുത്തുക്കുട കീഴിൽ നിൽക്കാൻ യോഗമുണ്ടെന്നാണ്. മാത്രവുമല്ല കിരീടധാരണ യോഗവും. പുഷ്പാങ്കൻ അപ്പൊ പുഷ്പാങ്കൻ സൈക്കിളിൽ വിട്ടുന്നതിന് ഹാൻഡിൽബാറിന് ആവശ്യമില്ലല്ലോ. പറയണോ? പറയണോ? അയ്യോ, ഏമാനെ എന്നെ രക്ഷിക്കണം. ഞാൻ രക്ഷിക്കാൻ ഞാനാ ഈ ശ്രമിക്കുകയാണ്. കേരള സൈക്കിള് 10 മിനിറ്റ് സമയം തന്നിരിക്കുന്നു. അയാൾ നീ കയറിയില്ലെങ്കിൽ ഒന്ന് രണ്ട് സൈക്കിളിൽ തരാൻ പോകുന്നു. ഒന്ന് എന്നെ രക്ഷിക്കണം. ഒന്നീ നക്കുന്നത് അല്ലെങ്കിൽ നശിക്കുന്ന മലയാളി. നീ ഞാൻ പാവങ്ങളാണ്. അത് നെളിക്കാ പുഷ്പാങ്കൻ വരാം. ഇനി ഒരു സെക്കൻഡ് സമയം കൊണ്ട് തന്നിരിക്കുന്നു. മേലാൻ ഹാൻഡിൽ പറഞ്ഞ സൈക്കിൾ വിട്ടത് കേട്ടോ. അപ്പോ നീ എന്നെ അറിയണ നിന്റെ പണ്ടത്തെ തത്ത എന്ത് ചെയ്യും? അതിനെ വിറ്റു. അല്പം രാഷ്ട്രീയത്തിലാ. എടാ പക്ഷിശാസ്ത്രം നീ എടാ അന്ന് പണ്ടത്തെ അപ്പത്തെ കൊണ്ട് പറയിച്ചത് എന്റെ ജാതകത്തിനകത്ത് ഏകഛത്രാധിപത്യം ഉണ്ടെന്ന്. ശരിയാ, എന്റെ കയ്യിലുള്ള ഒറ്റ ഛത്രാധിപത്യം എടുക്കാൻ നീ പറഞ്ഞ ഒരേ കാര്യം ശരിയാ. കിരീടധാരണ യോഗം. മോളെ നന്നായിട്ടുണ്ടല്ലേ? അത് പറ്റില്ല. ഇതുകൂടെ കഴിക്കണം. തിരുമനസ്സുകൊണ്ട് എന്നെ രക്ഷിക്കണം. എനിക്ക് മതി. പോരാ. ഇടുക്കി ഭാഷയോട് പറ്റിച്ചു വന്നല്ലോ. കുഞ്ഞിന്റെ പേരെന്തുവാ? സക്കളേമാട്ടോ. സർക്കിൾ എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം ഇങ്ങനെ ഒട്ടയിരിക്കുന്നതാണ്. മോളാത്ത് പോ. അമ്മ വിളിക്കുന്നു. മോളാത്ത് പോ.
ഇന്നലെ ഒരു പുള്ളിയെ തല്ലിയോ? ഇല്ല മോനെ, തല്ലിയത് നന്നാകാത്തവനാണ്. നന്നാവുന്നവനാണെങ്കിൽ താൻ തല്ലുമോ? പരാതി പലതായി. ഉത്തരവ്. നേരം പോക്കും ഫലിതവും എപ്പോഴും രക്ഷിച്ചെന്ന് വരില്ല, സൂക്ഷിക്കണം. ഉത്തരവ്. താൻ ഇന്ന് മുതൽ സ്റ്റേഷൻ ഡ്യൂട്ടി നോക്കിയാൽ മതി. ഉത്തരവ്. നാലാം കാലം വായിക്കാം. ജീവിച്ചിരിക്കുമ്പോൾ ദുർനടപ്പുകാരനോ നല്ല നടപ്പുകാരനോ? ദുർനടപ്പുകാരൻ. നിർത്തോ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. ഞാനാണ് എങ്ങനെയാണെന്ന് അറിയാം. അയാൾ ജീവിച്ചിരുന്നപ്പോൾ മൃഗവും മരിച്ചപ്പോൾ ദൈവവുമായി. അങ്ങനെ ആരെ പറ്റി എഴുതാനും പോകട്ടെ? എല്ലാരെ പറ്റി എഴുതാം. അതെ. ജീവനോടെ അവസാനം കണ്ടത് ആരെ? അത് പറയണോ ചുള്ളുള്ളത്? എന്നെ തന്നെ ഈ ജീവനോടുകൂടി അവസാനം കണ്ടതാണ്. അല്ലെ, നമ്മളെല്ലാവർക്കും ചത്തവരാണ് ലോകത്തെ. അതെനിക്ക് മനസ്സിലായിട്ടില്ല. ചത്തിട്ട് കുഴിച്ചിടാത്തവരായ ജനങ്ങളില്ലേ നമ്മള്? അന്നത്തേക്കെല്ലാം തമാശയാ. ഇതേ കുറച്ച് പ്രമാദമായ കേസാ. ആ സർക്കിളിലെ എല്ലാ കേസും പ്രമാദം തന്നെ. ഇവിടെ നമുക്കിന്നൊരു പറ്റുപറ്റി. സർക്കിളിന്റെ വീട്ടോട്ട് കയറി ചെന്നപ്പം പെണ്ണായിട്ട് നമ്മുടെ ഒരു പഴയ ക്ലാസ്മേറ്റാണ്. ഏത് ക്ലാസ്സിലായിരുന്നു അന്നത്തെ? ക്ലാസ് എന്തിനാണെന്ന് അറിയുന്നു, കുടിപ്പള്ളിക്കൂടെ ആണെന്ന് വെച്ചോ. പക്ഷെ പുള്ളിക്കാരിക്ക് എന്നെ പിടിയിട്ടില്ല. എന്നെ കണ്ടാൽ ഇപ്പൊ ആർക്ക് മനസ്സിലാകും? എനിക്ക് തന്നെ ഇപ്പൊ എന്നെ കണ്ടാൽ മനസ്സിലാകും. ഹലോ, ഉത്തരവ്, ഉത്തരവ്, ഉത്തരവ്. കുഴപ്പമായല്ലോ. അയ്യോ, എസ് ഐ വന്നില്ലല്ലോ. സൂപ്രണ്ട് ഇപ്പൊ വരുമല്ലോ. പുതിയ സൂപ്രണ്ട് ചാർജ് എടുത്തോ? അതെ, ഇന്ന് ചാർജ് എടുത്തു. ഉടനെ ഞങ്ങളുടെ തലയിൽ എടുത്ത് വിടാൻ ഇങ്ങോട്ട് വിസിറ്റ്. എന്നെ അവസാനമായി ജീവനോടെ കണ്ടതാണെന്ന് തനിക്കറിയാമോ? മിസ്റ്റർ ഗോപി, നിങ്ങളെപ്പറ്റി ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. നിങ്ങളും മറ്റും ഇവിടെ ഉള്ളതുകൊണ്ട് ഈ ഡിസ്ട്രിക്റ്റിൽ വരാൻ എനിക്കിഷ്ടമായി. ശരിയാവും. താങ്ക് യു. സൗകര്യം പോലെ ബംഗ്ലാവിൽ നിങ്ങളെപ്പോലെയുള്ള നല്ല ഓഫീസർമാരുടെ ഉപദേശം എനിക്ക് ആവശ്യം. DSP കടന്നു പോകുമ്പോൾ താനാണോ മുഖം തിരിച്ചിരുന്നത്? എനിക്ക് 7 ശരിയാണ്. ഓഹോ, അപ്പോൾ ആൾ താൻ തന്നെ. ഏതായാലും ഉടൻ തന്നെ പോയി കണ്ടോളൂ. താൻ വേഗം പോയി DSP കണ്ടിട്ട് വിവരം വന്ന് പറയും. നീ ഒരു ജോലിയാണെന്നാണ് ഞാൻ കരുതിയത്. ആത്മഹത്യ ചെയ്യുന്ന പണ്ട
സാർ ഡ്രായിങ് റൂമിലോട്ട് നമ്പർ തരുന്നേരോ? അതെ. നീ എന്നെ കണ്ടപ്പോൾ എന്തിനാണ് മുഖം തിരിച്ചിരുന്നത്? എന്റെ മുഖം ഇന്ന് കാണാൻ നല്ലത്. ഈ തൊപ്പിക്കും കുപ്പായത്തിനും അതീതമായി നാം തമ്മിലൊരു ബന്ധവുമില്ലേ ഭാസ്? ഞാൻ വെറും ഒരു എക്കാശുകളാണ്. അന്ന് ഈ സംഭവം എനിക്ക് മുന്നിൽ വെച്ച് വേണം. എന്റെ അമ്മ ഒരു കോൺസ്റ്റബിൾ പോലും എന്നിട്ടും ഇന്നും എന്നെ ഇടാൻ വിളിച്ചു. ഈ ജീവിതം നമ്മെ അകറ്റിക്കളഞ്ഞു. ഒന്നിച്ചു കൂടാനുള്ളൊരു കളിത്തട്ട് ഈ ജീവിതത്തിൽ ഇനി നമുക്കില്ല. വാടാ തഴുമ്പ, നിന്റെ മനസ്സ് കല്ലിച്ചു. കൂട്ടുകാരെല്ലാമാണെന്നറിയാം. കള്ളുകൂടിയ കൊലപ്പുള്ളി, കള്ളറൊട്ടടിക്കാരൻ, രാഷ്ട്രീയ പ്രവർത്തകൻ. മനസ്സ് മരവിച്ചു പോയതല്ലേ ഉള്ളൂ. ഇനി ജീവിതത്തിൽ ഒരൊറ്റ ആഗ്രഹം. എന്താണ്? മരണം. ഇനി അധിക നേരം ഇവിടെ ഇരുന്നാൽ ആഗ്രഹം വർദ്ധിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം. നീ കൂടെ കൂടെ ഇവിടെ വരാം. മഫ്തി മഫ്തി എന്ന സുന്ദരമായ പദം. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? മഫ്തിയോ യൂണിഫോമോ? മഫ്തിയിൽ നിന്ന് യൂണിഫോമിലേക്ക്. ഉത്തരവ്. അച്ഛനും ഞാനൊരു
അച്ഛന്റെ മോൾ. അയ്യോ, ഞാൻ സമയം പോയത് അറിഞ്ഞില്ല. എനിക്ക് DSPയെ കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. ഓമനി, നീ എന്നെ വച്ചിച്ചു. ഞാൻ നിന്നോട് എന്ത് തെറ്റിയേക്ക് ഓമനി? പ്രഹ്ലാദ, ഞാൻ അങ്ങനെ ഒന്ന് ചുംബിച്ചോട്ടോ. ഓമനി, എവിടെ എവിടെ മുഖകമലം? കണ്ട പെണ്ണുങ്ങളെല്ലാം വായനൊക്കെ നടന്നിട്ട് ഒരു തരത്തോട് പഴകിയായി കൊണ്ടുവന്നിരിക്കുന്നു. ഈ ജീവിതം ഒരു പൂമിത്തിയല്ലോ ഓമനി. എടാ, നിനക്ക് എന്നെ കണ്ടിട്ട് നിന്റെ കാമുകയാണെന്ന് തോന്നുന്നു. അവൾക്കുണ്ടാകുന്ന ഒരു കപ്പട വിഷയം അന്നത്തെ അല്ലേ? അന്നത്തെ എന്തായി പറയുന്നത്? ഇപ്പോഴും എന്തൊരു സൗന്ദര്യമാണത് അന്നത്തേക്ക്. തനിക്കും എന്നെ കണ്ടിട്ട് ചുംബിക്കണമെന്ന് തോന്നുന്നു. ആ പൂമത്തെ സുഖമായിട്ട് കിടന്ന് വായിക്കും, ശബ്ദം ഉണ്ടാക്കും. എന്നെ ഒന്ന് ചുംബിക്കാൻ അനുവദിക്കും ഓമനി, അനുവദി. എന്താ നിർബന്ധമാണ് ഒന്ന് ചുംബിച്ചോ. ചുംബിക്കു കരഞ്ഞാലൊന്നും വലിയ ഗുണമൊന്നുമില്ല. മരിച്ചാലും അല്പം ആശ്വാസം വലിയോ. യജമാൻ വിളിക്കുകയാണ്, ഉടനെ വരും. ഇരിക്കാൻ പറഞ്ഞു. മിസ്റ്റർ ഗോപിയോടെ ഒന്നും പറയാൻ ഹൃദയിലിറങ്ങി. SP ആണ് സംസാരിക്കുന്നത്. മിസ്സസ് ഗോപിയാണ്. മിസ്റ്റർ ഗോപി ഇവിടെ വന്നിട്ട് ഞാൻ കാണുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയി. അവിടെ വന്നു ചേർന്നില്ല അല്ലേ? വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറയാം. DSPയുടെ ബംഗ്ലാവിൽ പോയി കാണാതെ തിരിച്ചു പോകും അല്ലേ? നീ എങ്ങനെ അറിഞ്ഞു? അതാണല്ലോ എന്റെ സാമർത്ഥ്യം. ഓഹോ, വന്നാൽ അങ്ങോട്ട് വിളിക്കണമെന്ന് പറഞ്ഞു. പിന്നെന്തെല്ലാം പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ചായ കൊണ്ടുവരാം. വിളിക്കുന്നില്ലേ? അതിന്റെ ആവശ്യമുണ്ടോ? എനിക്കെങ്ങനെ അറിയാം? അച്ഛൻ ഇന്ന് വലിയ ഗൗരവത്തിലാണ്. ഓ, അച്ഛനും മോളും. അമ്മയുടെ മോളും. എന്നാര് പറഞ്ഞു? അമ്മ വലിയ BA-കാരിയെ. അച്ഛൻ ഇന്റർ വരെ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട്
അമ്മയുടെ മോളാകുന്നതാണ് നല്ലത്. ഡിഗ്രിയുടെ വലുപ്പമൊന്നും അമ്മ കാണിക്കാറില്ലല്ലോ, അല്ലേ മോനെ? കാണിക്കുന്നില്ലെങ്കിലും കാണുന്നുണ്ട്. കാണുന്നില്ലെന്നാരും അഹങ്കരിക്കുകയും വേണം. സാമൂഹ്യസ്ഥിതി ഞാൻ പൊള്ളിക്ക്. ഞാൻ കുടിച്ചു. കുടിച്ചാലേ പൊള്ളിയൂ. എല്ലാം പൊള്ളിക്കണം. എടാ വിപ്ലവകാരി, നീ ഇതുവരെ എത്ര വ്യവസ്ഥയിൽ പൊളിച്ചിട്ടുണ്ടോ? എല്ലാം പൊള്ളിച്ചു. ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, കമ്മ്യൂണിസം എല്ലാം പൊള്ളിച്ചു. നീയാണോ നിന്റെ വരിച്ചു കിടക്കുന്ന കള്ളാണോ പൊളിച്ചത്? അല്ലല്ലേ, ഇത് വെറും കള്ളല്ല. ഓ, ഇത് വിപ്ലവാരിഷ്ടം. അതല്ലേ പൊളിക്കുന്നത്. പൊളിക്കും. ഇവൻ വിപ്ലവകാരി, നീ കാണുന്നത് നടക്കുന്നു. എന്തേ കാണുക, ഇന്ന് എങ്ങനെ ഇരിക്കുന്നു? എന്താ പ്രശ്നമുള്ളേ? താൻ എന്ത് ചെയ്തു? ഞാൻ ചെയ്യില്ലേ? നീ നിന്റെ ഭർത്താവിനെ പറ്റിച്ചു പോയി. വന്നിട്ടെന്താ കാണാതെ പോയത്? കുറച്ച് തിരക്കുണ്ടായിരുന്നു. അറിഞ്ഞിട്ട് വരും. മുഖം കടുത്തിരിക്കുന്നില്ല. പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. മിസ്റ്റർ ഗോപിയെ ഒരു സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോസ്റ്റ് ചെയ്യാൻ 1 മാസത്തേക്ക്. ഹൈവേസിലാണ്. 1 മാസം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ വിഷമൊന്നും ഉണ്ടായില്ലല്ലോ. വീട്ടിൽ തുണയ്ക്ക് വേറെ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത്. എനിക്ക് മനസ്സിലായില്ല. സാറിന് മനസ്സിലാവുകയില്ല എന്ന് വെച്ചാൽ എന്നെ ഹൈറേഞ്ച് തള്ളിവിട്ടാൽ സ്വൈരമായ നിങ്ങൾ എന്തൊക്കെ പറയും? എനിക്കൊന്നും മനസ്സിലാകും. ഇത്ര കാലം എനിക്ക് മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അത് പറയേണ്ട സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ടാണ്. സാറിന്റെ സുപ്പീരിയർ ഓഫീസറാണ്. പക്ഷേ ഈ കാക്കിക്കുള്ളിൽ കല്ല് ഇരുമ്പോന്നില്ലെന്ന് സാർ മനസ്സിലാക്കിയപ്പോൾ അഭിമാനം വിട്ടുള്ള സർവീസ് എനിക്ക് ആവശ്യമില്ല. അളമുട്ടിയാൽ പാമ്പും തിരിഞ്ഞു കളിക്കുമെന്ന് സാർ മനസ്സിലാക്കാം. വാട്ട് ഇസ് ദിസ്? നിങ്ങൾക്ക് ഭ്രാന്താണ്. നിങ്ങൾ ആളെ ക്ഷോഭിച്ചു കാണുന്നില്ല. ഞാൻ ക്ഷോഭിക്കുന്നതിലാണ് തെറ്റ്. ഒരു സബോർഡിനേറ്റ് ആണെന്ന് കരുതി എന്ത് ചെയ്യാമെന്ന് ഭാവിച്ചാൽ ക്ഷോഭിക്കുക മാത്രമല്ല സാർ. നിർത്തൂ. സാർ എന്റെ തീരെ മനസ്സിലായി. You are kept under suspension. മാലതി, മാലതി, നീ ഇതുവരെ റിവോൾവർ ഉപയോഗിക്കാൻ പഠിച്ചിട്ടില്ലല്ലോ. ഇന്ന് ഞാനത് പഠിപ്പിക്കാൻ പോവുകയാണ്. ഇതാ, ഇങ്ങനെയാ വെടിവെക്കേണ്ടത്. എനിക്ക് പിടിക്കണ്ട. പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. എനിക്ക് ആരെയും കൊല്ലാനില്ല. എന്നെ തന്നെ കൊല്ലാൻ ശ്രമിച്ചു. ആരാ? അവന്റെ സസ്പെൻഷൻ. ഇത് അവന്റെ ബുദ്ധിയോ നിന്റെ ബുദ്ധിയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നു. സാവിത്രിയല്ലേ സാവിത്രി? സർക്കിൾ ഇൻസ്പെക്ടറുടെ ഭാര്യയായിട്ട് പോരാ, DSPയുടെ ഭാര്യയാണ്. ഇല്ലെങ്കിൽ വെപ്പാട്ടിയെങ്കിലും ആകാം. എന്തൊക്കെയാണ് ഈ പറയുന്നത്? പറയുക മാത്രമല്ല, ചുറ്റുകളെയും ഞാനില്ല. നിന്നെയും നിന്റെ DSP ഇനി നിന്നെ വിട്ടാമെന്നാണ്. കൊള്ളറാസ്കൾ. DSP ഗോപാലൻ നീ അറിയുകയില്ല അല്ലെങ്കിൽ ഏത് ഗോപാൽ? ഏത് ഗോപാൽ? PR ഗോപാൽ, രാജഗോപാൽ, നിന്റെ പഴയ രാജൻ, പഴയ കാമുകൻ. ഞാനിതൊന്നും അറിയില്ലെന്ന് നീ കരുതിയല്ലേ? കഷ്ടം.
മാലതി DSP ആയത് ഞാൻ അറിഞ്ഞില്ല. അയാൾ എന്നെ കാണുന്നുമല്ല. ഗോപിച്ചേട്ടൻ എന്തെല്ലാമോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പക്ഷേ ഈ നിൽക്കുന്നത് മാലതിയാണ് ചേട്ടാ, ചേട്ടന്റെ മാലതി. ചേട്ടൻ എന്തു പറ്റി? അവൻ ടെലിഫോൺ ചെയ്തിട്ട് നീ അറിഞ്ഞില്ലേ? സത്യമായി ഞാൻ അറിഞ്ഞില്ല. ഇത്രയുള്ളൂ. എന്താണ് കാര്യമെന്ന് ഞാൻ അന്താളിച്ചു. പുതിയ DSP ഭാര്യയുടെ സഹപാഠിയാണെന്ന് അറിഞ്ഞാൽ സമനില തെറ്റിപ്പോകും. സഹപാഠി? അതെ, അതിലൊരു ഇഞ്ച് കൂടുതലുമില്ല കുറവുമില്ല. ഗോപിച്ചേട്ടനോട് ഞാൻ അയാളെ പറ്റി അറിയുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അയാളൊരു ബോറും അതേസമയം നല്ലവനുമായിരുന്നു. എപ്പോഴും പെൺകുട്ടികളുടെ പുറകെ നടക്കും. അക്കൂട്ടത്തിൽ എന്റെ പുറകെയും നടന്നു. അതല്ലാതെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഗോപിച്ചേട്ടനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. വെറും തെറ്റിദ്ധാരണ കൊണ്ട് ഒരു നല്ല ജീവിതം എറിഞ്ഞുടയ്ക്കരുത്. ഉടഞ്ഞാൽ അത് തിരികെ കിട്ടുകയില്ല. ഈ കുഞ്ഞ് സത്യമായി ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അങ്ങനെ വിശ്വസിപ്പിക്കാൻ? എനിക്കൊന്നും പറയാനില്ല. പക്ഷേ നിന്റെ ആശയൊന്നും നടക്കാൻ പോകും. അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരും കൂടെ വേണം. ഞാൻ ഡിഗ്രി ഇല്ലാതെ വെറും സർക്കിൾ, അവൻ സൂപ്രണ്ട്, IPS. നോക്കണേ നോക്ക്, എനിക്ക് കിട്ടിയ സമ്മാനം 13 വർഷം പ്രാണം കൊണ്ട് സേവിച്ചത് കിട്ടിയ പ്രതിഫലം. ആത്മഹത്യ ചെയ്തോട്ടെ എന്ന ഇതാരുടെ ബുദ്ധിയാണ്? നിന്റെയോ അവന്റെയോ? ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു ചീത്ത റിപ്പോർട്ട് ഇതേവരെ കിട്ടിയിട്ടില്ല. ഇത്ര നല്ല റിക്കാർഡൊന്നും വേറെ ഓഫീസിൽ. പിന്നെ അയാൾക്ക് എന്ത് സംഭവിച്ചു? അടുത്ത ദിവസങ്ങളായി കുറെ മാറ്റം. ഫോർ എക്സാമ്പിൾ, ഇന്നലെ ലോകത്തിൽ വെച്ചൊരു സ്ത്രീയോട് വളരെ ദേഷ്യപ്പെട്ടത് അത്ഭുതമായി തോന്നുന്നു. എനിക്ക് തോന്നുന്നത് അയാൾക്ക് എന്തെങ്കിലും പേഴ്സണൽ വറിയാണ്. അയാളെ സസ്പെൻഡ് ചെയ്തതിൽ എനിക്ക് മനസ്താവില്ലായിരുന്നു. രഞ്ജി ഈ മാമന്റെ കൂടെ വരുന്നു? ഇല്ലേ? ഈ മാമൻ നോക്ക് ജീപ്പും കാറും വിമാനവും മിഠായി എല്ലാം വാങ്ങിത്തരും. മോളുടെ അച്ഛനെ വിളിക്കില്ലേ? ആ, അമ്മയോട് പറയണം അമ്മയെ കാണാൻ ഒരാളിവിടെ വന്ന് കാത്തിരിക്കുന്നു.
പല പെൺകുട്ടികളെയും പ്രേമിച്ചത്. അതുങ്ങളെല്ലാം ആണുങ്ങളെ കൂടെ പൊറുക്കുന്നുണ്ടാവും. ഇന്നത്തെ സ്ഥിതിക്ക് മാനവിയുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചു. സർക്കിൾ ഇൻസ്പെക്ടറുടെ ഭാര്യ തന്റെ ഒരു പഴയ ചങ്ങാതിയാണെന്ന് ഒരു DSP അറിയുന്നത് നല്ലതല്ല. ചങ്ങാതിമാര് എങ്കിലും ഈ മരണപക്ഷി കാണിക്കുന്നതിന് അവറ്റൊക്കെ ചത്തോ തുടങ്ങപ്പെട്ടു നോക്കണം. ഇടിയേ, അല്ലെങ്കിൽ നീ മാത്രമാണ് ഞാനും ഇടിയില്ലായി. നീ ഒരു സൂചനയെങ്കിലും തന്നിട്ട് ഞാനിവിടെ വലിഞ്ഞു കയറി ചെല്ലുമായിരുന്നു. അയാളുടെ സംശയം വർദ്ധിച്ചത് അന്ന് അയാൾ ഓഫീസിൽ വെച്ച് മിസ്ബിഹേവ് ചെയ്തപ്പോൾ എനിക്കൊന്നും മനസ്സിലായി. ഉറച്ചില്ലേ? മാത്രമല്ല വീടാകെ തകർന്നു വിട്ടാണ്. എന്താ ഒരു പോംവഴി? യഥാർത്ഥത്തിൽ ഇടിയേറ്റ് ആരാണെന്ന് അറിയാമോ? ആരാ? സർക്കിൾ ഗോപി. അല്ലെങ്കിൽ പിന്നെ അയാളുടെ ഭാര്യ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണ്? പോംവഴി ഒന്നേ ഉള്ളൂ. സർക്കിൾ അദ്ദേഹത്തിന് ബുദ്ധി കൊടുക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങയുടെ ഭാര്യ, അങ്ങയുടെ വീട്, നമുക്കിത് എന്താ കാര്യം കർത്താവേ? മോളച്ഛനോട് പിണക്കമാണ്. അമ്മ എന്തിനാ വഴക്ക് പറഞ്ഞത്? മോള് പിണങ്ങിയാണ്. അച്ഛൻ കരയും. അച്ഛൻ പാവമാണ്, പാവം. നിന്നെ കൊന്നാലേ എനിക്ക് മനസ്സിലാവും. DSP വിളിക്കുന്നു. ഉടനെ ചെല്ലണമെന്ന് പറഞ്ഞു. ജീപ്പ് കൊണ്ടുവന്നു. താമസിക്കൂ, ഞാൻ പുറകെ വരാം. വിളിച്ചോണ്ടെല്ലാം പറഞ്ഞു. ഉത്തരവാണോ? ഉത്തരവാണോ? നിങ്ങളുടെ സസ്പെൻഷൻ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഓർഡറാണ്. എന്തോ മാനസിക അസ്വാസ്ഥ്യം മൂലമാണ് നിങ്ങൾ അനുസരണയോടെ കാണിച്ചതെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നടപടി പിൻവലിച്ചു. സാർ, ക്ഷമിക്കണം. എന്റെ ഭാര്യയുടെ ശുപാർശ കൊണ്ട് എനിക്ക് ഉദ്യോഗത്തിലിരിക്കട്ടെ. എന്നെ സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്തോളാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതും മിസ്റ്റർ ഗോപി പോലെ പേരെടുത്ത ഒരു ഓഫീസർ, ഹൃദയമുള്ള ഒരു പോലീസ് ഓഫീസർ സത്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നത് കഷ്ടമാണ്. മനുഷ്യന്റെ ജീവനും മാനവും രക്ഷിക്കാൻ വേണ്ടി ശമ്പളം പറ്റുന്നവരാണ്. സ്വകാര്യ ജീവിതത്തിൽ അക്കാര്യം മറക്കരുത്. ഇപ്പോൾ മിസ്റ്റർ ഗോപി പറഞ്ഞു, അത് ഈശ്വരൻ നിരക്കാത്ത ഒരു അസത്യമാണ്. ഇത്രയും കടത്തിയാക്കുന്നില്ല ഒരു സഹപ്രവർത്തകരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. സാറിന് എന്നെ ഉപദേശിക്കാം. അതിനുള്ള അധികാരവും പദവിയും. എന്നാൽ ഞാനൊരു IPS ഗ്രാജുവേറ്റോ പോലും വെറും ഒരു സർക്കിൾ ഇൻസ്പെക്ടർ. അതുകൊണ്ട് അങ്ങനെ ഉപദേശിക്കാൻ എനിക്ക് അർഹതയില്ല. എങ്കിലും ഇത്രയും ഞാൻ പറയാം, അധികാരവും പദവിയും മാത്രം പോലെ സാർ. സാറിന്റെ ആത്മത്തിൽ സൂക്ഷിക്കുന്ന ആ പടം ഒരു ഭാര്യയുടേതാണെന്ന് ഓർമ്മിക്കാത്ത വലിയ കഷ്ടമായിരിക്കും സാർ. ഇനി ഏതായാലും രണ്ടുപേരും സൂക്ഷിക്കണമെന്നില്ല. സാറിന് ഞാൻ സൂക്ഷിക്കുന്നതാണ് നല്ലത്. മിസ്റ്റർ ഗോപി,
തിരുവാതിര രാത്രി വന്നു പിന്നെയും തിരുവാതിര രാത്രി വന്നു മാലതി, ഇവിടെ വരൂ. ചില കാര്യങ്ങൾ അവസാനമായി നിന്നോട് ചോദിക്കാനുണ്ട്. സത്യം പറയുന്നതുകൊണ്ട് ഒരു ദോഷവും വരാനില്ല. നീ ഗോപാലനെ സ്നേഹിക്കുന്നുണ്ടോ? അയാൾ നിന്നെയോ? എന്റെ പുറകെ നടന്നിരുന്നു, കത്തിയിരുന്നു, പറഞ്ഞിരുന്നു. ഇത് രണ്ടും രണ്ടാണ്. സ്നേഹിച്ചിരുന്നു, എന്നിട്ട് ഞാനത് ഗവനിക്കില്ല. എന്റെ ആത്മാ ഞാൻ മറ്റൊരാൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അന്ന് അവൻ IPS ഓഫീസർ അല്ലായിരുന്നു. അപ്പോൾ എന്നോടുള്ള ബന്ധം ഉറച്ചു പോയത് കൊണ്ടാണ് നീ അവനെ ഗവനിക്കാതിരുന്നത്. ഇല്ലെങ്കിൽ സ്നേഹിക്കുമായി അല്ലേ? ഇത്രയെങ്കിലും തുറന്നു പറയാൻ തോന്നിയത് കൃതജ്ഞതയുണ്ട്. അതിരിക്കട്ടെ, ഇന്നിപ്പോൾ നിനക്കും അവനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് നിനക്ക് തെളിയിക്കാൻ കഴിയുമോ? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പിന്നെ എങ്ങനെ നിന്നെ വിശ്വസിക്കും? എന്റെ വാക്കുകൾ വിശ്വസിക്കും. മറ്റൊരു തെളിവും എനിക്ക് തരാനില്ല. എന്റെ ജീവിതം നീ തകർത്തുനിന്ന് നിനക്ക് ബോധ്യമുണ്ട്. ഈശ്വരൻ തന്നെ അറിയട്ടെ, ഞാൻ എല്ലാം അവിടെ സമർപ്പിച്ചു കഴിഞ്ഞു. എന്റെ കുഞ്ഞിന്റെ അമ്മയായി ഇവിടെ കഴിയാൻ ഞാൻ സമ്മതിക്കുകയില്ല. നിനക്ക് പോകാം എവിടെയെങ്കിലും. ഇതാണ് വഴി. നിൽക്കൂ. ഇനി ആ കുഞ്ഞിനെ നോക്കാൻ നിനക്ക് അവകാശമില്ല. നിന്റെ ശ്വാസം പോലും വിഷമാണ്. ആ കുഞ്ഞിനെ ഏൽക്കണം. പോകാൻ. അമ്മയുടെ മാറി എന്നും അമ്മയുടെ മാത്രമായിരുന്നു. നമ്മുടെ കുഞ്ഞിനെ ഓർമ്മിച്ചെങ്കിലും അമ്മ വിശ്വസിക്കണം. വിശ്വസിച്ചില്ലെങ്കിൽ ശബ്ദമുണ്ടാക്കരുത്. കുഞ്ഞുണരും. അവൾ ഉണരുന്നതിന് മുമ്പ് നീ പോണം. ചേട്ടൻ മാലതിയെ വിശ്വസിക്കില്ലേ? ഇല്ല, നിനക്ക് പോകാം. എങ്ങനെയോ പോവുകയില്ല. മാലതിയെ വിശ്വാസമില്ലെങ്കിൽ
മക്കളുള്ളത് അറിയോ? അവരുടെ മാനവി അദ്ദേഹത്തോടെ വിളിക്കാം. ശരി. ചേട്ടാ ഒട്ടും അതേപോലെയല്ല. എന്നെ ഗോപിച്ചേട്ടൻ എന്നെ വിശ്വസിക്കുന്നത് എനിക്കൊരു നിമിഷം ഈ ഭൂമിയിൽ ജീവിക്കണമെന്നില്ല. അവരുടെ മാനവി ഉള്ളിൽ നിൽക്കുന്നു. വിളിക്കണം ചേട്ടാ, വിളിക്കണം. അവരുടെ പ്രിയപ്പെട്ടവൻ ആ കാലത്തിൽ വീട് മരിച്ചുകൊള്ളാം. ഈ തോക്ക് നിന്നെ കൊല്ലാനുള്ളതല്ല. നീ പോകുന്നില്ലെങ്കിൽ എനിക്ക് മരിക്കാൻ പോകുന്നുമില്ലയോ? അവസാനമായി ഞാൻ ചോദിക്കുന്നു, പോകുന്നു? അന്ന് സുഖമായി ജീവിക്കണം. അമ്മയ്ക്കു ഞാനൊരു കിലുക്കം കിട്ടി, അച്ഛനു ഞാനൊരു കുസൃതി കുട്ടി. അമ്മയും അച്ഛനും ഇട്ടേച്ചു പോകുമ്പോൾ ആരോടും മിണ്ടാത്ത പാവക്കുട്ടി, ആരോടും മിണ്ടാത്ത പാവക്കുട്ടി. അമ്മയ്ക്കു ഞാനൊരു കിലുക്കം കിട്ടി, അച്ഛനു ഞാനൊരു കുസൃതി കുട്ടി. അമ്മച്ചി വന്തിനി വിമ്മി വിമ്മി കരയും ഞാൻ. അച്ഛനെന്നെ കൊല്ലാൻ വരുമ്പോൾ അയ്യോ എന്നു വിളിക്കും ഞാൻ. അമ്മയ്ക്കു ഞാനൊരു കിലുക്കം കിട്ടി, അച്ഛനു ഞാനൊരു കുസൃതി കുട്ടി. മോള് കരയും, മോള് കരയും. അമ്മ ഇപ്പോ വരും.
8 മണിക്കൊന്നാ പോകാൻ തെളിയും. പോകാൻ തെളിഞ്ഞില്ലെങ്കിൽ എനിക്കൊന്ന് ഫോൺ ചെയ്യാം. ഇഷ്ടം. അപ്പൊ ഞാൻ വരട്ടെ. എത്തിപ്പെട്ടുണ്ടോ? ഒരു കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിയെപ്പോലെ ഞാൻ എല്ലാ സത്യവും നിങ്ങളോട് തുറന്നു പറഞ്ഞു. എന്റെ നിലയും പദവിയും വിട്ടിറങ്ങി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വിശ്വസിക്കും. ഞാൻ സ്നേഹിച്ചത് എന്റെ മാത്രം കുറ്റമാണ്. ഞാൻ എന്തുകൊണ്ട് സ്നേഹിച്ചെന്നും എനിക്കറിയാം. അത് നിങ്ങൾ അറിയണം. ഒരു രാജകുമാരിയുടെ ഗാംഭീര്യത്തോടെയാണ് ആ സ്ത്രീ എന്നെ നിരാകരിച്ചത്. എന്നിട്ട് എന്റെ വികൃതികൾക്ക് ഒരമ്മയെപ്പോലെ മാപ്പ് നൽകി. ഒരു കൊച്ചു പെങ്ങളെ പോലെ സ്നേഹപൂർവ്വ യാത്രയും പറഞ്ഞു. ഞാൻ ആ പടം സൂക്ഷിച്ചു, മനസ്സിൽ വെച്ച് ആരാധിച്ചു. അതുകൊണ്ട് മാത്രം. ആ സ്ത്രീ ഇതൊന്നും ഇന്നും അറിഞ്ഞിട്ട് നിങ്ങൾക്കൊരു സഹോദരനുണ്ടെങ്കിൽ ആ സഹോദരന്റെ വികൃതികൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കില്ലേ? പറയൂ, എനിക്ക് മാപ്പ് നൽകിയെന്ന് പറയൂ. സാർ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ആ റോസാപ്പൂ മുതൽ ഫോട്ടോ വരെയുള്ള ആ കഥ കേൾക്കാൻ വളരെ രസമാണ്. ഒരു ഭർത്താവിനത് വളരെ വളരെ രസമായിരിക്കും. ഇതെല്ലാം വിശ്വസിക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ ഉപേക്ഷിച്ച ആ സ്ത്രീ നേരെ ഇവിടെ ഇങ്ങനെ എത്തി. തീവണ്ടി കയറി ചാകാൻ പോയവൾ നരകത്തിലും സ്വർഗത്തിലും ചെല്ലാതെ DSPയുടെ ബംഗ്ലാവിൽ വഴി തെറ്റാതെ എങ്ങനെ എത്തി? ഒന്ന് പറയട്ടെ, നിങ്ങൾ അവിവേകം കാണിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ കാവലിട്ടില്ല. ആ ഭാസ്കര പിള്ളയാണ് മാലതി ഇവിടെ കൊണ്ടുവന്നത്. അയാൾ എത്ര ശ്രമിച്ചിട്ടും അപകടം പറ്റിക്കഴിഞ്ഞിട്ടേ അവിടെ എത്തിച്ചേരാൻ സാധിച്ചു. ഭർത്താവും ഭാര്യയും എല്ലാ വീട്ടിലും വഴക്കടിക്കാറുണ്ട്. അവിടെയെല്ലാം DSP യജമാനൻ കാവലിടാറുണ്ടോ? ഞാൻ കാരണം ഒരു കുടുംബം തകരുന്നത് തടയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. കുടുംബം തകർക്കുന്നതിന് മുമ്പ് അങ്ങനെ ആഗ്രഹിക്കാമായി. നിങ്ങളത് വിശ്വസിക്കുന്നില്ല അല്ലേ? ശ്രമിക്കാം. വിശ്വാസം വന്നില്ലെങ്കിൽ ഒരു തെളിവ് കൂടി തരാം. ഇത് എനിക്ക് ആ സ്ത്രീ അയച്ച ഒരേ ഒരു കത്താണ്. വായിച്ചു നോക്കൂ. ഇങ്ങനെ ഒരു അവസരത്തിൽ കാണിക്കാൻ അവൾ ഈയിടെ എഴുതുന്നതല്ല ഇതെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കണം? നിങ്ങളൊരു കുറ്റവാളിയാണെന്ന് മനസ്സിലാക്കുന്നു. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷയും ഞാൻ സഹിച്ചോളാം. കുറ്റവാളി ഞാനോ നിങ്ങൾ? ആ കിടക്കുന്നതാര്? ഈ തെളിവ് പോലെ. പക്ഷേ കുറ്റവും ശിക്ഷയൊന്നും ഞാൻ ചുമത്തുന്നില്ല. എന്നെ വിട്ടിയാക്കാൻ ശ്രമിക്കരുതെന്ന് മാത്രം. എനിക്ക് ഇവിടെ ഇനി ആവശ്യമില്ല. ഒരു പക്ഷേ ഞാൻ പോകുമ്പോഴേ വിളിച്ചു മാലിന്യം സൂക്ഷിച്ചോളൂ. ഇവിടെ കഥകളെ മാറ്റിയിരിക്കും. നാണമില്ലല്ലോ അടിയത്തി, ഞാൻ പുള്ള വാങ്ങിയില്ല. ഒരു പിള്ള കൂടി വേണം. നീ എന്നെ കൊണ്ട് ഏതോ കാര്യം സാധിക്കാൻ വന്നിരിക്കുക. എടാ കുഞ്ഞെ, ഈ ശമ്പളം ഒന്നും നിനക്ക് തികയില്ല. എന്നാൽ അമ്മയെ കൊണ്ട് ഒരു കാര്യം സാധിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. അതെനിക്ക് ഇതിന്റെ ഈ പിത്തലാട്ടം കണ്ടപ്പോഴേ മനസ്സിലായി. കാര്യം പറയാം. വയസ്സുകാലത്ത് എന്ത് ഘോരമാണെന്നോ എന്നെ കൊണ്ട് തുള്ളിക്കാൻ പോകുന്നത്. എന്നോടാണ് സ്നേഹം. നീ പോടാ, ഇത് അതിനോട് കഴിയും. എന്നാൽ അമ്മയുടെ സ്നേഹം എത്രയുണ്ടെന്ന് ഇപ്പോഴാണ്. ഇത് കാര്യം ചെറുതല്ലെന്ന് മട്ടാണല്ലോ.
ആയിരിക്കരുത്. പറയാം, ധൈര്യമായി നിൽക്കരുത്. വിവാഹിതയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ എനിക്ക് അമ്മയുടെ അനുഗ്രഹം വേണം. പെൺകുട്ടി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സമ്മതിച്ചാലും കണ്ട് സംസാരിച്ച് അമ്മയ്ക്ക് മനസ്സിനിണങ്ങിയില്ലെങ്കിൽ ഞാൻ വേണ്ടത് അവർക്ക് ഒരു കുട്ടിയും. ഇതെല്ലാം നേരാണോ രാജ? അതെ, നീ വിചാരിച്ചു കാണും നീ ഇത് പറഞ്ഞാൽ ഉടനെ ഞാൻ കരഞ്ഞു വെള്ളം കൂട്ടി. ഇല്ല, അമ്മ മഹാലക്ഷ്മിയെ പോലെ തൃക്കൈയെടുത്ത് എന്നെ അനുഗ്രഹിക്കുമെന്ന് തന്നെ വിചാരിച്ചു. എന്തിനു കുഞ്ഞെ അമ്മയുടെ അടുത്ത് ഈ മോസ്തു? കൊതിയില്ലാതെ പ്രസാദിക്കുന്ന ഒരേ ഒരു ദൈവം അമ്മയാണെന്ന് കരുതിക്കും. ഏതാണ് കുഞ്ഞെ പെൺകുട്ടി? പണ്ടൊരിക്കൽ ഞാൻ പടം വരച്ചിരുന്നത് അമ്മ ഓർക്കുന്നില്ല? ഞാൻ അമ്മയെ സംശയിച്ചു. അന്നത്തെ പടങ്ങൾ ഇന്ന് ആ പെൺകുട്ടി അനാഥ. ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു. അവൾക്ക് മരണമല്ലാതെ ഗതി. എന്റെ തെറ്റുകൾക്ക് അവളാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്. അമ്മ പറയാം, നീ എന്തിനു തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തു. എന്റെ അമ്മയോടല്ല ഞാൻ ആരോട് ഏറ്റു പറഞ്ഞു. മടല, നീ അതിന് വിഷമിക്കുന്നത് എന്തിന്? അമ്മ സമ്മതിച്ചു. ആ, എന്റെ സമ്മതം വേണമല്ലേ? നീ വലിയ DSP ആണല്ലോ. ഒരമ്മയുടെ മനസ്സറിയാമോ? അമ്മയ്ക്ക് സന്തോഷിക്കാനിടത്. അപ്പോ അമ്മ സമ്മതിച്ചില്ലേ? സമ്മതിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അമ്മ സമ്മതിച്ചു. എന്റെ അമ്മ സമ്മതിക്കും. എന്നാൽ അതുകൊണ്ട് തന്നെയാണ് സമ്മതിച്ചത്. അമ്മ മോനെ, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും കേട്ടോ. ഞാൻ വരുമ്പോ തനിച്ചായിരിക്കില്ല, നീ നോക്കൂ. മാലതിയമ്മ ഒന്നും കഴിച്ചില്ലെന്ന് ബട്ട്ലർ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട. ഭാഗ്യല്ലേ? അന്നത്തെ ഭാസ്യല്ല. നമ്മളെല്ലാവരും ഓരോ വേഷം കിട്ടും. ആരുടെ വേഷവും ആർക്കും ചേർത്തില്ല. ഓടിപ്പോകുന്ന തീവണ്ടിയിൽ കയറാൻ എന്തെങ്കിലും ശ്രമം നടത്തിയാല് വണ്ടി മുന്നത്തേ കയറാം. ആരോ എന്നെ വിളിച്ചെന്ന് തോന്നി. ഇരിഞ്ഞു നോക്കി ഓർമ്മയോ? ഇത് വിധിയാണ്. ആരും ഒന്നും ചെയ്തിട്ടല്ല. എന്തോ വിധിയായിരിക്കും. നിങ്ങളെല്ലാവരും കൂടി എന്നെ ഏത് കാരാഗ്രഹത്തിലാണ് അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത്? ആത്മഹത്യക്ക് ശ്രമിച്ച കുറ്റത്തിന് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്ന് വിചാരിച്ചോ? എനിക്ക് പോകണം. എങ്ങോട്ട്? അത് നിങ്ങൾ എന്തിനറിയുന്നു? അറിയണം. നിങ്ങൾക്ക് എന്നെ ദ്രോഹിച്ചത് മതിയായില്ലേ? ജീവിക്കാൻ നിങ്ങൾ എന്നെ അനുവദിച്ചില്ല, മരിക്കാനും അനുവദിച്ചില്ല. ഞാൻ നിങ്ങളോട് എന്ത് അപരാധം ചെയ്തു? പക്ഷേ ക്ഷമിക്കാവുന്നതിലേറെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. 7 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മാലതിയോട് സ്നേഹം യാചിച്ചു. അതൊരു തെറ്റാണെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാലതിയാണ് സർക്കിൾ ഇൻസ്പെക്ടറുടെ ഭാര്യ. അവിടെ കണ്ടപ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത്. ഇനി എന്നെ പോകാൻ അനുവദിച്ചുകൂടെ? മാലതിക്ക് എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ എവിടെയാണ് പോകേണ്ടതെന്ന് പറയൂ. മാലതിക്ക് എവിടെയാണ് പോകേണ്ടത്? എനിക്ക് പോകാൻ ഒരിടമേ ഉള്ളൂ. അവിടത്തേക്കല്ലേ ഇന്നലെ പുറപ്പെട്ടത്. മാലതിയുടെ ജീവിതത്തിൽ ഒരു ബന്ധവും ശേഷിക്കുന്നില്ല. അഭിമാനം നഷ്ടപ്പെട്ടവൻ,
മരിച്ചതിന് തുല്യമാണ്. ബന്ധങ്ങളുണ്ട്, പക്ഷേ ജീവിതം എനിക്ക് ബാക്കിയില്ല. അപ്പോൾ മരണമല്ലാതെ മറ്റൊരു മാർഗവും മാലതി കാണില്ല. ഇല്ല. എന്റെ നോട്ടത്തിൽ ഒരു മാർഗം കൂടിയുണ്ട്. ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ട് വരുന്ന വഴിയാണ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. അമ്മ ഒരു മാർഗം നിർദ്ദേശിച്ചു. ആ അമ്മയുടെ മരുമകളായി മാലതി ചെല്ലണം. എന്റെ ഭർത്താവ് എന്റെ മകൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ? രാജൻ എന്തുകൊണ്ട് ആ വിചാരം ഉപേക്ഷിച്ചില്ല? ഒരു കുടുംബം തകർന്ന് ചിതറുന്നത് കണ്ടിട്ടും രാജന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. മരണമല്ലാതെ മറ്റൊരു വഴി മാലതിക്കില്ലെന്നല്ലേ പറഞ്ഞു? മാലതി എന്നെ പറഞ്ഞില്ലേ? മാലതി മരിക്കാൻ തീരുമാനിച്ചില്ലേ? പറയൂ മാലതി, പറയൂ. എന്നാൽ നശിപ്പിക്കാൻ തീരുമാനിച്ച ജീവിതം ഒരു ഭിക്ഷാന്തേക്ക് സമ്മാനമായി നൽകിക്കൊള്ളു. അയാൾ നെറ്റിയായി സൂക്ഷിക്കും. പാലതി ഒരാളുടെ മാത്രം കാമുകിയും ഭാര്യയുമാണ്. ജീവിച്ചാൽ മരിച്ചാൽ രാജന്റെ ഈ സ്നേഹം എന്റെ അന്ത്യ മുഹൂർത്തം വരെ. അതിനെ അധിക സമയമില്ലെങ്കിലും അതുവരെ ഞാൻ ഓർമ്മിച്ച് വേദനപ്പെടുകയും ചെയ്യും. പക്ഷേ അതിലധികം ഒരു വാഗ്ദാനം ഇനി ഇവൾക്ക് സാധ്യമല്ല. പാലതി കളങ്കമില്ലാത്തവളായി മരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വഴിയുമില്ല. ഇല്ല. മാലതിക്ക് എത്തേണ്ടതിക്ക് എത്തിക്കഴിഞ്ഞു. ഇനി യാത്ര പറയേണ്ട താമസമേയുള്ളൂ. ഒരു വഴിയുമില്ലാതെ വന്ന് മനുഷ്യൻ തോറ്റുവെന്നാണ് അർത്ഥം. ഞാൻ തോൽക്കാൻ നിശ്ചയിച്ചിട്ടില്ല. ഒരമ്മയ്ക്ക് അനുവദിക്കാവുന്നതിലേറെ അമ്മ അനുവദിച്ചു കഴിയും. ഇനി അപേക്ഷിക്കാൻ എനിക്ക് കഴിയും. ഞാൻ ഈ അപേക്ഷിക്കുന്നത് ഒരമ്മയും അനുവദിക്കില്ല. എനിക്ക് മാപ്പ് തരുമേ. താൻ ഈ കത്ത് സർക്കിളിൽ ചുട്ടിട കയ്യിൽ വീട്ടിൽ മാലതി അവിടെ കൊണ്ടാകും. എവിടെ പോവുകയാണെന്ന് തൽക്കാലം അവരറിയും. കത്തിലെ താല്പര്യമനുസരിച്ച് ചെയ്യാൻ ഒത്തിരി
അമ്മ നിന്നെപ്പറ്റി ചോദിച്ചു. ഒരിക്കലല്ലേ കണ്ടിട്ടുള്ളൂ. എങ്കിലും നിന്നെ വലിയ സ്നേഹമാണ്. എപ്പോഴെങ്കിലും സമയം കിട്ടും അമ്മയെ നിന്ന് കാണും. എന്നെ എവിടേക്കാണ് അയക്കുന്നത്? അതിപ്പോഴറിയില്ല. നിങ്ങൾക്ക് രക്ഷ. ധൈര്യമായി കൊടുക്കണം. ദൈവത്തെ ഓർത്ത് എന്നെ വീട്ടിലിറക്കരുതേ. ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളാം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പറയുന്ന അനുസരിച്ചല്ലോ. പൊയ്ക്കോളൂ. നിൽക്കൂ. ഞാൻ കാര്യം മാലിന് വലിയ ദുഃഖം അനുഭവിച്ചു. എന്റെ തെറ്റുകൾ മറക്കണം. പണ്ടൊരിക്കൽ നാം ഇതുപോലെ യാത്ര പറഞ്ഞത്. പക്ഷേ വീണ്ടും കണ്ടു. ഇനി നാം ഒരിക്കലും കണ്ടുമുട്ടി. എന്നെ എവിടെയാണ് കൊണ്ടുവന്നിറക്കിയത്? ഞാനിവിടെ ഇറങ്ങില്ല. സൂക്ഷിച്ചോളൂ. എന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇറക്കും. ഞാനിവിടെ ഇറങ്ങില്ല. ഇറങ്ങില്ല. മാലതിയെപ്പറ്റി ഞാൻ താങ്കളോട് പറഞ്ഞതെല്ലാം സത്യമാണ്. ഇനിയെങ്കിലും താങ്കളത് വിശ്വസിക്കണം. എൻ്റെ തെറ്റുകൾ എൻ്റെ മരണം കൊണ്ട് മാത്രമേ മറയ്ക്കാൻ കഴിയൂ. സന്തോഷപൂർവ്വം ഞാൻ യാത്ര പറയും. നിങ്ങൾക്ക് നന്മ വരാട്ടെ. സ്നേഹപൂർവ്വം PR ഗോപാൽ. ഫോൺ ആരും എടുക്കുന്നില്ലല്ലോ. നമുക്ക് അവിടെ വരെ പോകാം. എഴുത്ത് വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു.
അത് എന്നെ പറ്റുള്ളൂ. ആഹാരം ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളൂ. എന്നെ നോക്ക്, ഞാൻ കരയുന്നില്ല. എല്ലാം സഹിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഞങ്ങൾ വരട്ടെ. വരുമാൻ ഇല്ല, ഞാൻ വരുന്നില്ല. എന്റെ പരിശുദ്ധി തെളിയിക്കാൻ വേണ്ടി മാത്രം ആത്മഹൂതി ചെയ്ത ആ മനുഷ്യന്റെ നിസ്സഹായയായ ഈ അമ്മയെ ശുശ്രൂഷിക്കേണ്ട ചുമതല എന്റേതാണ്. ഞാനിതെല്ലാം അനുഭവിക്കേണ്ടതാണ്. അത് മറ്റുള്ളവർ കാണുകയും വേണം. കുട്ടികൾ വിദ്യാഭ്യാസ കാലത്ത് വെറും രസത്തിന് വേണ്ടി കാണിക്കുന്ന ഓരോ ചാപ്പല്യവും അവരുടെ ഭാവിയെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് എല്ലാവരും അറിഞ്ഞുകൊള്ളണം. നിങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്റെ മകൻ ജീവൻ ഉപേക്ഷിച്ചു. എന്റെ മകനോട് എന്നോട് ലേശമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ നിന്റെ ഭർത്താവിനോട് ഒന്നിച്ചു പോകും. എന്റെ വേദന മറ്റാരും പങ്കിട്ടെടുക്കാൻ ഞാൻ സമ്മതിക്കയില്ല. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.